നമസ്കാരം. ഭാഗവത കഥകൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 21ാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പാലാഴി മഥനം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇത്രമാത്രം പ്രയാസപ്പെട്ട് എല്ലാ പ്രയാസങ്ങളൊക്കെ സഹിച്ച് കഠിനാധ്വാനം ചെയ്ത് ഒരുപാട് കടമ്പകൾ കടന്ന് ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് അവസാനം ധന്വന്തരമൂർത്തി കലശവുമായി അമൃത കുംഭവുമായിട്ട് എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരിക്കലും പ്രതീക്ഷിക്കാതെ അസുരന്മാർ അത് തട്ടിയെടുത്തുകൊണ്ട് കടന്നു കളഞ്ഞു. അപ്പം എന്താണ് ഇനി ഈ ഒരു സാഹചര്യത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇത് അവർ കഴിച്ചാൽ, അസുരന്മാർ കഴിച്ചാൽ അവർ അമരന്മാരായിത്തീരും, മരണമില്ലാത്തവരായിത്തീരും. ദേവന്മാരോ, അവർ ഇപ്പോൾ തന്നെ ജരാനരകൾ ബാധിച്ചു, അവരെത്രയും പെട്ടെന്ന് അവരെല്ലാം മരിച്ചു പോവുകയും ചെയ്യും. അപ്പം ഏറ്റവും വലിയൊരു വിപൽസന്ധിയാണ്. അപ്പോൾ ഭക്തവത്സലനാണ് മഹാവിഷ്ണു. അദ്ദേഹം ഒരിക്കലും ദേവന്മാരെ കൈവിടുകയില്ല. അദ്ദേഹം ദേവന്മാരുടെ സഹായത്തിന് വേണ്ടി അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ കാര്യം, നിങ്ങൾ സമാധാനമായിട്ട് ദേവലോകത്തേക്ക് പൊയ്ക്കോളൂ, ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞ മഹാവിഷ്ണു മദാലസയായ ഒരു മോഹിനിയുടെ രൂപം, ഏത് രൂപം അദ്ദേഹം സ്വീകരിക്കും? കഴിഞ്ഞ ലക്കത്ത് നമ്മൾ കണ്ട അദ്ദേഹം കൂർമാവതാരമായി ആമയുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് മന്ദരപർവ്വതത്തെ കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നു. ഇപ്പോൾ ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം ഒരു മദാലസ്യ സുന്ദരിയുടെ രൂപം, മോഹിനി എന്നാണ് അറിയപ്പെടുന്നത്, മോഹിനിയുടെ രൂപത്തിൽ അദ്ദേഹം ഈ അസുരന്മാരുടെ സങ്കേതത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെല്ലുമ്പം ഉള്ള കാണുന്ന കാഴ്ച എന്താണ്? അമൃത കുംഭവും ഒക്കെ കൊണ്ടുവച്ചിട്ട് അവർ ആ ഭോജനത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയാണ്. എല്ലാവരും ആ സ്ഥലമൊക്കെ വൃത്തിയാക്കി വെടിപ്പാക്കി ഇലകളൊക്കെ വെച്ചു. എല്ലാവരും ക്രമമായിട്ട് നിരന്നിരുന്നു. ആരാണ് വിളമ്പേണ്ടത്? എല്ലാവർക്കും അങ്ങ് കഴിച്ചോളാഞ്ഞ് വയ്യ, അതിനും ആരാണ് വിളമ്പേണ്ടത് എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ തമ്മിൽ. അസുരന്മാരാണല്ലോ, അവരൊരിക്കലും ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യുകയില്ലല്ലോ. അപ്പം അത്രയും സാവകാശം കിട്ടി മഹാവിഷ്ണുവിന്. മോഹിനി രൂപത്തിൽ അദ്ദേഹം അവിടെ ചെല്ലുകയാണ്. ഇവരെ ഈ മോഹിനിയെ കണ്ട മാത്രയിൽ അസുരന്മാർ കാമപരവശരായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചെന്ന മോഹിനി പറഞ്ഞു, ഞാൻ ധന്വന്തരിയുടെ സഹോദരിയാണ്, ഞാൻ ധന്വന്തരി പാലാഴിയിൽ നിന്നും അമൃത കുംഭവുമായി ഉയർന്നു വന്നതിന് ശേഷം ഞാനാണ് ഉയർന്നു വന്നത്. അപ്പോഴേക്കും നിങ്ങൾ എന്നെ കണ്ടില്ല, കാര്യം നിങ്ങൾ അപ്പോഴേക്കും അമൃത കുംഭവും തട്ടിയെടുത്തുകൊണ്ട് കടന്നു കളഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ഞാനാണെങ്കിലോ, എനിക്ക് വേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അനുരൂപനായിട്ടുള്ള, എനിക്ക് യോജിക്കുന്ന എനിക്കൊരു ഭർത്താവിനെ വേണം. അതാണ് ഞാൻ അന്വേഷിച്ച് നടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഓരോരുത്തരും പറഞ്ഞു എനിക്ക് നിൻ്റെ ഭർത്താവാണ്, ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ് ഈ മോഹിനിയുടെ ഭർത്താവാകണം എന്ന് ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് മോഹിനിയോട് പറഞ്ഞു, നീ തന്നെ ഞങ്ങൾക്ക് നിൻ്റെ തന്നെ കൈകൾ കൊണ്ട് നിൻ്റെ ഈ മനോഹരമായ കൈകൾ കൊണ്ട് ഞങ്ങൾക്ക് അമൃത് വിളമ്പി തരൂ എന്ന് അപേക്ഷിക്കും. അപ്പോൾ മോഹിനി പറഞ്ഞു, എനിക്ക് വല്ലാതെ നാണം വരുന്നു, എനിക്ക് ലജ്ജ വരുന്നു, ഒരു കാര്യം എനിക്ക് ഇത്രയും പേർക്ക് ഞാൻ വിളമ്പി തരാനോ? ഞാൻ ചെയ്യാം, പക്ഷേ നിങ്ങളെല്ലാവരും കണ്ണ് മുറുക്കി കെട്ടിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ, ഒരു കാമപാരവശ്യത്തോടു കൂടിയല്ലേ നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതെനിക്ക് അങ്ങേയറ്റം എനിക്ക് ലജ്ജ വരും, വല്ലാത്ത ഒരു വികാരം വരും. അങ്ങനെ ചെയ്യുന്ന എനിക്ക് ഇത് വിളമ്പാനെന്നുള്ളൊരു സാവകാശവും ഒരു മനസ്സാന്നിധ്യവും കിട്ടുകയില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ശരി, പിന്നെന്താ, ഞങ്ങൾ എല്ലാവരും കണ്ണ് കെട്ടിയിരിക്കാം എന്ന് അവർ പറയും. എന്നിട്ട് ഇവരെ കണ്ണ് കെട്ടിക്കഴിയുമ്പോഴത്തേക്കും ആ സമയമാകുമ്പോഴത്തേക്കും മോഹിനി പറയും, ഏറ്റവും ഒടുവിൽ ആരാണോ കണ്ണ് കെട്ടഴിക്കുന്നത് ആ ആളിനെ ആയിരിക്കും ഞാൻ ഭർത്താവായിട്ട് സ്വീകരിക്കുക എന്ന് പറയും. എനിക്കിപ്പോൾ ഇത്രയും പേരെ എനിക്ക് ഭർത്താവായിട്ട് സ്വീകരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയൻ വേണം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കണ്ണ് കെട്ടി കഴിഞ്ഞു, ഇനി ഏറ്റവും അവസാനം ആരാണോ കണ്ണ് കെട്ടഴിക്കുന്നത് ആ ആളിനെ ആയിരിക്കും ഞാൻ വിവാഹം കഴിക്കുക. എന്നിട്ട് ഞാൻ ആ സമയത്ത് എല്ലാവരും കണ്ണ് മുറുക്കി കെട്ടിക്കോളൂ, ഞാൻ വിളമ്പിത്തരാം എന്ന് പറയും. അങ്ങനെ എല്ലാവരും മോഹിനിയെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി കണ്ണ് കെട്ടുകയും ചെയ്തു. മാത്രമല്ല അവരാരും തന്നെ മാനസികമായിട്ട് തയ്യാറെടുത്തിട്ടില്ല കണ്ണ് കെട്ടഴിക്കാൻ വേണ്ടി, കണ്ണിലെ കെട്ടഴിക്കാൻ വേണ്ടി. കാര്യം ഓരോരുത്തരും ചിന്തിക്കുന്നത് അവസാനം അഴിക്കാം എന്നാണ്. അങ്ങനെ കൗശലക്കാരിയായിട്ടുള്ള ഈ മോഹിനി എല്ലാവരും കണ്ണും കെട്ടി നിരന്നിരുന്ന സമയത്ത് ഈ അമൃത കുംഭം കൈക്കലാക്കിക്കൊണ്ട് നിമിഷത്തിനകം അവിടെ നിന്ന് കടന്നു കളഞ്ഞ് മോഹിനി ദേവലോകത്തെത്തി. ദേവന്മാർക്കെല്ലാം വളരെ സന്തോഷമായി. എല്ലാവരും അമൃത ഭോജനത്തിന് എല്ലാവരും തയ്യാറാവുകയാണ്. സാക്ഷാൽ മഹാവിഷ്ണു തന്നെ അവർക്ക് വിളമ്പിക്കൊടുക്കാനും തുടങ്ങി, ദേവന്മാർക്ക് അമൃത് വിളമ്പിക്കൊടുക്കാനും തുടങ്ങി.
ഈ സമയത്ത് ഈ അസുരന്മാരുടെ സ്ഥിതി എന്തായി നോക്കാം. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഇലയിൽ ഇങ്ങനെ തപ്പി നോക്കുന്നുണ്ട്, ആരുടെ ഇലയിൽ അമൃത് വിളമ്പിയിട്ടില്ല. അപ്പോൾ ചിലർക്ക് സംശയം തോന്നി, മോഹിനിയെ വിളിക്കുകയാണ്, വിളിക്കുമ്പോൾ വിളി കേൾക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും സംശയമായി. പക്ഷേ മോഹിനി കളിപ്പിക്കുകയാണോ നമ്മളെ? കണ്ണിൻ്റെ കെട്ടഴിച്ച് തുറന്ന് നോക്കാനും വയ്യ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ സാധിക്കില്ലല്ലോ. അവസാനമേ കെട്ട് തുറക്കാവൂ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിന് കണ്ണടച്ചുകൊണ്ട് തന്നെ അവർ അമൃതകുംഭം ഇരുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ അവരൊന്നും കയ്യിൽ തടയുന്നില്ല. പിന്നെയും അവർ മോഹിനിയെ വിളിക്കുകയാണ്, ഫലമില്ല. ഒടുവിൽ ഒരുത്തൻ, ഈ കൂട്ടത്തിൽ ഒരാൾ, രണ്ടും കൽപ്പിച്ച് എന്ത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ണിൽ കെട്ടഴിച്ച് നോക്കി. കെട്ടഴിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് അമൃതകുംഭവും അവിടെയില്ല, മോഹിനിയും അവിടെയില്ല. മോഹിനി അമൃതകുംഭവുമായി കടന്നു കളഞ്ഞു. അപ്പോൾ ഈ വസ്തുത മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞു. എന്നിട്ടും ഇത്രയും വിളിച്ച് പറഞ്ഞിട്ടും മറ്റുള്ളവർക്ക് വിശ്വാസം വരുന്നില്ല. കണ്ണിൻ്റെ കെട്ടഴിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും പറ്റിക്കുന്നതാണോ, ഇയാൾ ഞങ്ങളെ പറ്റിക്കുന്നതാണോ എന്നാണ് പലരും വിചാരിക്കുന്നത്. അവസാനം ഓരോരുത്തരായിട്ട് കണ്ണ് തുറന്ന് നോക്കാൻ തുടങ്ങി. കണ്ണ് തുറന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് നമ്മൾ കബളിക്കപ്പെട്ടിരിക്കുന്നു, ഇത് മഹാവിഷ്ണു തന്നെയായിരിക്കും ചെയ്തത്. അല്ലെങ്കിൽ ഈ മഹാവിഷ്ണു എപ്പോഴും ദേവന്മാരുടെ സൈഡാണ്, അവരുടെ ഭാഗത്താണ് എപ്പോഴും നിലനിൽക്കുന്നത്. ഈ സമയത്ത് ഒരു സർപ്പം, രാഹു എന്ന് പറയുന്ന പേരുള്ളൊരു സർപ്പം, അസുരപക്ഷത്തുള്ളൊരു സർപ്പമാണ്. എങ്ങനെങ്കിലും ഒരു തുള്ളി അമൃതെങ്കിലും അകത്താക്കണം എന്ന് ആ ഒരു അതിമോഹത്തോടു കൂടി വേഷം മാറി അതിവിനീതനായ ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ദേവലോകത്ത് ചെന്നു. ദേവലോകത്ത് ചെന്നപ്പം മഹാവിഷ്ണു ദേവന്മാർക്കെല്ലാം അമൃത് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഹാരം വിളമ്പുന്ന സമയത്ത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരാൾ വന്ന്, വളരെ സാധുവായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു തുള്ളി കിട്ടിയാലെങ്കിലും മതി, ഒരു തുള്ളിയെങ്കിലും എനിക്ക് തരാമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് മഹാവിഷ്ണുവിനെ പോലെ അദ്ദേഹം കൊടുക്കാതിരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ലല്ലോ. അദ്ദേഹത്തിന് മുമ്പിൽ ഒരു തുള്ളി അമൃതിന് വേണ്ടി കൈ നീട്ടി യാചിക്കുകയല്ലേ. ആ സമയത്ത് ഇവർ ദയ തോന്നിയിട്ട് ദേവന്മാരാരോ അല്പം ഈ അമൃത് അങ്ങോട്ട് കൊടുത്തു. ഈ രാഹു അത് വായിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് തന്നെ അവിടെ ഇതിനൊരു കാവൽക്കാരായിട്ട് നിന്നത് സൂര്യനും ചന്ദ്രനുമായിരുന്നു. ഇപ്പോൾ കാവൽക്കാരായിട്ട് നിന്ന സൂര്യനും ചന്ദ്രനും മനസ്സിലായി ഇത് രാഹു എന്ന് പറയുന്ന സർപ്പമാണെന്ന് തിരിച്ചറിയുകയും അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇവൻ അസുരന്മാരുടെ ബന്ധുവായ രാഹുവാണ്, കൊടുക്കരുത് എന്നിങ്ങനെ ഉറക്കെ വിളിച്ചു പറയും. അപ്പോൾ തന്നെ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം ചുഴറ്റി അവനെ രണ്ട് തുണ്ടമാക്കി, രാഹുവിനെ രണ്ട് തുണ്ടമാക്കി. അങ്ങനെ വെട്ടിമുറിഞ്ഞുണ്ടായതാണ് രാഹുവും കേതുവും എന്നാണ് പറയുന്നത്. രാഹു കേതു എന്ന് പറഞ്ഞ ഗ്രഹങ്ങളുണ്ടല്ലോ, ഒന്ന് രാഹുവും കേതുവും. രാഹുവിനെ ഇങ്ങനെ രണ്ടായിട്ട് വെട്ടിമുറിച്ച് ഉണ്ടായതാണ്. അപ്പം രാഹുവിന് ആരടുത്താണ് ദേഷ്യം? തങ്ങളെ ഒറ്റ കൊടുത്ത സൂര്യനോടും ചന്ദ്രനോടുമാണ്. കാവൽക്കാരായിട്ട് അവിടെ ഉണ്ടായിരുന്ന സൂര്യനോടും ചന്ദ്രനോടുമാണ് രാഹുവിന് ഏറ്റവും കൂടുതൽ ദേഷ്യം. അപ്പോൾ അങ്ങനെ വളരെ കാലുഷ്യത്തോടുകൂടി ഇടയ്ക്കിടെ സൂര്യനെയും ചന്ദ്രനെയും മാറി മാറി നോക്കുന്നതാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എന്നും ഭാഗവതത്തിൽ പറയുന്നതും വളരെ രസകരമായ ഒരു കാര്യമാണ്. ദേവന്മാർക്കെല്ലാവർക്കും അമൃത് കിട്ടി. അവരുടെ ജരാനരകളെല്ലാം ജരാനരകളെല്ലാം മാറി അവർക്ക് യൗവനം തിരിച്ചു കിട്ടി. ഇനി ഇത് ഏറ്റവും വലിയൊരു ക്ലൈമാക്സ് ഇതിനകത്ത് വരാൻ പോകുന്നത് എന്താണ്? ഈ അസുരന്മാരിൽ നിന്നും അമൃത് എങ്ങനെയാണ് വീണ്ടെടുത്തതെന്നുള്ള കഥ എല്ലാവരും അറിഞ്ഞു. മഹാവിഷ്ണു മോഹിനി രൂപം പൂണ്ട് മോഹിനിയുടെ വേഷം കെട്ടി അവിടെ ചെന്നാണ് ഇതെല്ലാം സാധിച്ചത് എന്ന് എല്ലാവരും അറിഞ്ഞു. അപ്പം സാക്ഷാൽ പരമശിവന് ഒരു വലിയ നിർബന്ധം, എനിക്ക് മഹാവിഷ്ണുവിനെ ആ കെട്ടിയ മോഹിനിയുടെ വേഷത്തിൽ എനിക്ക് ഒന്നുകൂടി കാണണം, എനിക്ക് എൻ്റെ മുമ്പിൽ എന്നെ ഒന്ന് ആ രൂപം ഒന്ന് പ്രദർശിപ്പിക്കണം, എനിക്കതൊന്ന് കണ്ടേ മതിയാകൂ. അങ്ങനെ പരമശിവൻ്റെ നിർബന്ധപ്രകാരം മഹാവിഷ്ണു ആ മോഹിനി രൂപം, അദ്ദേഹം കെട്ടിയ മോഹിനി രൂപം ശിവൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടി പ്രദർശിപ്പിക്കുകയാണ്. അത് കണ്ടിട്ട് ശിവൻ പെട്ടെന്ന് കാമപരവശനായി, കാമം കൊണ്ട് അന്ധനായി തീരുകയും പരിസരം മറന്ന് ഈ മോഹിനിയെ ആലിംഗനം ചെയ്യുകയും ചെയ്തു. അവർ തമ്മിൽ ശാരീരികമായ ബന്ധം പുലർത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ മോഹിനി ഗർഭിണിയായി. യഥാസമയം മോഹിനി ഒരു പുത്രനെ പ്രസവിച്ചു. അതാണ് ഹരിയുടെയും ഹരൻ്റെയും കൂടെ പുത്രനായ ഹരിഹരപുത്രൻ അഥവാ ധർമ്മശാസ്താവ്. നന്ദി, നമസ്കാരം.